ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ക്ലൈമറ്റ് സ്ട്രാറ്റജി 2030, ലിങ്കേജ് കോൾ, ദൂരദർശൻ, അമുൻസൻ സീ ലോ, ഇന്ത്യാസ് പ്ലാൻ ടു ബൂസ്റ്റ് EV പ്രൊഡക്ഷൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്ലൈമറ്റ് സ്ട്രാറ്റജി 2030 കുറിച്ചാണ്. ഈ ക്ലൈമറ്റ് സ്ട്രാറ്റജി 2030 എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ എർത്ത് ഡേയുടെ സമയത്ത് നബാർഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ക്ലൈമറ്റ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഗ്രീൻ ഫിനാൻസ് എന്ന് പറയുന്നത് ഹൈലി ഇൻസഫിഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിയാണ് ഈ ഒരു ക്ലൈമറ്റ് സ്ട്രാറ്റജി 2030 പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നബാർഡാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ എർത്ത് ഡേയുടെ സമയത്താണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഗ്രീൻ ഫിനാൻസിങ്ങിന് വേണ്ട ഇന്ത്യ ഫേസ് ചെയ്യുന്ന വലിയ ഇതിലുള്ള ആവശ്യകതനെ അഡ്രസ്സ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിയാണ് ഈ ക്ലൈമറ്റ് സ്ട്രാറ്റജി 2030 പറയുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട നമ്മൾ നേരിടുന്ന ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് നിലവിലെ അവസ്ഥയിൽ ഇന്ത്യക്ക് വേണ്ട ഗ്രീൻ ഫിനാൻസിങ്ങിന്റെ വോളിയം എന്ന് പറയുന്നത് ഒരു വർഷം ഏകദേശം $170 ബില്യൺ ആണ്. എന്നാൽ മാത്രമേ നമുക്ക് 2030 ആകുമ്പോഴേക്കും ഒരു $2.5 ട്രില്യൺ എന്നുള്ള നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രീൻ ഫിനാൻസിങ് 2019-20 കണക്കുകൾ അനുസരിച്ച് ഏകദേശം $49 ബില്യൺ പെർ ഇയർ മാത്രമാണ്. ഈ 2019-20 കണക്കാണത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഡെഫിഷ്യൻസി, ഒരു ഗ്രീൻ ഫിനാൻസിങ് ഡെഫിഷ്യൻസി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്ലൈമറ്റ് സ്ട്രാറ്റജി 2030 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 കീ പില്ലേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ആക്സലറേറ്റിംഗ് ഗ്രീൻ ലെൻഡിങ് അക്രോസ് ദി സെക്ടേഴ്സ് ആണ്. 2, പ്ലേയിങ് എ ബ്രോഡർ മാർക്കറ്റ് മേക്കിംഗ് റോള്. 3-ാമതായിട്ട് ഇന്റേണൽ ഗ്രീൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് നബാർഡ്. അവസാനമായിട്ട് സ്ട്രാറ്റജിക് റിസോഴ്സ് മൊബിലൈസേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ലിങ്കേജ് കോൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ലിങ്കേജ് കോൾ എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പോൾ നമ്മൾ ഡിസ്കഷൻ എടുക്കാനുള്ള കാരണം നമ്മുടെ ഇന്ത്യ ഇപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു സമ്മർ സീസണിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഇതനുസരിച്ച് വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തുള്ള ഇലക്ട്രിസിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് ഏകദേശം 260 GW ആണെന്നാണ് പറയുന്നത്. ഇതൊരു ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്സസീവ് ആയിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഓപ്പൺ മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യയിലുള്ള കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകൾക്ക് നമ്മുടെ മിനിസ്ട്രി ഓഫ് പവർ റീസെൻ്റ്ലി ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകൾ ഒരു മുൻകൂറായിട്ട് സൈൻ ചെയ്തിട്ടുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങിക്കുന്ന കോളാണ് ലിങ്കേജ് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിങ്കേജ് കോൾ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്കോംസിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടാവും. അതിന് മാത്രമേ ഉപയോഗിക്കാവുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പവർ മിനിസ്ട്രി പറഞ്ഞിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സസ് ഇലക്ട്രിസിറ്റി, അതായത് ഈ ഡിസ്കോംസ് ഏറ്റെടുക്കാത്ത ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ എക്സസ് പ്രൊഡക്ഷനിൽ വരുന്ന ഇലക്ട്രിസിറ്റിയോ ഓപ്പൺ മാർക്കറ്റിൽ ഇവർക്ക് സെല്ല് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ കോൾ ലിങ്കേജ് അല്ലെങ്കിൽ ലിങ്കേജ് കോൾ എന്ന് മനസ്സിലാക്കുക. ലിങ്കേജ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ തെർമൽ പവർ പ്ലാന്റുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പവർ ജനറേറ്റിംഗ് കമ്പനീസിന് കിട്ടുന്ന കോളാണ് ലിങ്കേജ് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോൾ പ്രൊഡ്യൂസിങ് ഗവൺമെന്റ് കമ്പനീസിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കോർപ്പറേഷൻസിന്റെ കയ്യിൽ നിന്നോ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പ്രൈസിന് വേണ്ടിയിട്ട് പ്രൈസ് പേ ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു ഫ്യൂൽ സപ്ലൈ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. അതുകൂടാതെ നിലവിൽ ഇന്ത്യയിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഈ പറയുന്ന ലിങ്കേജ് കോൾ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അതത് ഇവർ കരാറ് സഞ്ചിച്ചിട്ടുള്ള ഡിസ്കോംസിന് സപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ആ കോൾ യൂസ് ചെയ്യാവൂ എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് എക്സസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമെങ്കിൽ ആക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലിങ്കേജ് കോൾ എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കോൾ ലിങ്കേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ദൂരദർശനെ കുറിച്ചാണ്. അപ്പോൾ ദൂരദർശനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ദൂരദർശന്റെ ലോഗോ ചേഞ്ച് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 17 ഈ ദൂരദർശന്റെ ലോഗോയുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ദൂരദർശനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ദൂരദർശൻ എന്ന് പറയുന്നത് നമ്മൾ ചുരുക്കി DD എന്ന് പറയും.
നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ ആണ് ദൂരദർശൻ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ദൂരദർശൻ വരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ ആണ് ഈ പറയുന്ന ദൂരദർശന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലാണ് ദൂരദർശൻ വരുന്നത്. അവരുടെ കീഴിൽ വരുന്ന പ്രസാർ ഭാരതിയുടെ 2 ഡിവിഷൻസിൽ ഒന്നാണ് ദൂരദർശൻ എന്ന് പറയുന്നത്. ദൂരദർശന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂഡൽഹിയാണ്. അവരുടെ ഒരു മോട്ടോ ആയിട്ട് പറയുന്നത് സത്യം ശിവം സുന്ദരം എന്നുള്ളതാണ്. ഇനി ദൂരദർശന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഓർഗനൈസേഷന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1959 ദൂരദർശൻ ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അന്നൊരു നാഷണൽ വൈഡ് ചാനലൊന്നും ആയിട്ട് അല്ലെങ്കിൽ ഒരു നാഷണൽ വൈഡ് കവറേജ് ഒന്നും ദൂരദർശൻ ഉണ്ടായിരുന്നില്ല. 1959 ഡൽഹിയിലാണ് ഇവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2024 എന്ന് പറയുന്നത് ദൂരദർശന്റെ 65ാം വാർഷികമായിരുന്നു. ഓക്കെ, അപ്പോൾ 59 ഇതൊരു എക്സ്പെരിമെന്റൽ ബേസിസിൽ ഡൽഹിയിൽ വെച്ച് ആരംഭിക്കുന്നത്. ഇത് 65 തൊട്ടാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നീട് 72 ഈ സർവീസ് മുംബൈയിലേക്കും അതുപോലെ തന്നെ അമൃത്സറിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. 75 ആകുമ്പോഴേക്കും മറ്റുള്ള സിറ്റീസിലേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ സമയത്തൊക്കെ ദൂരദർശൻ എന്ന് പറയുന്നത് ഒരു നമ്മുടെ നാഷണൽ ബ്രോഡ്കാസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒരു ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 1976 ഏപ്രിൽ 1 ഇതൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലുള്ള ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ DD ഒരു നാഷണൽ ബ്രോഡ്കാസ്റ്റർ ആയിട്ട്, ദേശീയ തലത്തിലൊരു ബ്രോഡ്കാസ്റ്റർ ആയിട്ട് മാറുന്നത് 1982 അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അമുൻസൻ സി ലോ എന്നുള്ളതാണ്. സോ ഈ അമുൻസൻ സി ലോ എന്ന് പറയുന്നത് ഈ അന്റാർട്ടിക്കയുടെ ഒക്കെ അടുത്തായിട്ട്, അതായത് അന്റാർട്ടിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പസഫിക് ഓഷന്റെ എക്സ്ട്രീം ആയിട്ടുള്ള സദേൺ പസഫിക് ഓഷനിൽ കാണുന്ന ഒരു പെർമനന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ലോ പ്രഷർ സെന്റർ ആണ് അമുൻസൻ സി ലോ അല്ലെങ്കിൽ ASL എന്ന് പറയുന്നത്. സോ ഈ ASLന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പെർമനന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ലോ പ്രഷർ സെന്റർ ആയതുകൊണ്ട് തന്നെ ഇത് ഈ ഭാഗത്തുള്ള ഓഷ്യൻ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ, സീ ഐസ് ഷെൽഫുകൾ, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വെസ്റ്റേൺ അന്റാർട്ടിക്ക റീജിയനിലുള്ള ഈ കാര്യങ്ങളൊക്കെ ASL വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ASL മെക്കാനിസത്തിനെ അല്ലെങ്കിൽ ഈ പറയുന്ന അമുൻസൻ സി ലോ എന്ന് പറയുന്ന ക്ലൈമറ്റ് ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ എക്സിസ്റ്റൻസിനുള്ള കാരണങ്ങൾ, എന്തുകൊണ്ട് ഇത് ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹൈപ്പോത്തിസിസുകൾ നിലവിൽ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്തൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും അവൈലബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് അമുൻസൻ സി ലോ എന്ന് മനസ്സിലാക്കുക? നമ്മുടെ വെസ്റ്റേൺ അന്റാർട്ടിക്കയുടെ കോസ്റ്റലായിട്ട് അല്ലെങ്കിൽ സദേൺ പസഫിക്കിന്റെ അല്ലെങ്കിൽ എക്സ്ട്രീം സദേൺ പസഫിക്കിലായിട്ട് കാണുന്ന ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ലോ പ്രഷർ സെന്റർ ആണിതെന്ന് മനസ്സിലാക്കുക. ഇത് ഈ പറയുന്ന വെസ്റ്റ് അന്റാർട്ടിക്ക റീജിയനിലുള്ള ഓഷ്യൻ ടെമ്പറേച്ചറിനെയും പ്രസിപ്പിറ്റേഷനെയും സീ ഐസിനെയും അതുപോലെ തന്നെ ഐസ് ഷെൽഫുകളെയൊക്കെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്നും മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്ത്യാസ് പ്ലാൻ ടു ബൂസ്റ്റ് EV പ്രൊഡക്ഷൻ ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതിയൊരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 8 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ മാർച്ച് 15 യൂണിയൻ ഗവൺമെന്റ് ഇത്തരത്തിലൊരു പോളിസി ഇന്ത്യയിലെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ പദ്ധതിക്കകത്ത് എന്താണ് പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്, ഒരു ഇന്റൻഡഡ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഒരു വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു EV മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റുക. അതുകൂടാതെ നമ്മുടെ ഇന്ത്യയിൽ ഈ EVയുടെ ലോക്കലൈസ്ഡ് പ്രൊഡക്ഷനെ ഒരു കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള മാനറിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലോക്കൽ മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് ഡിമാൻഡ് അനുസരിച്ച് ഓക്കെ ഇതിന്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ EV മാർക്കറ്റിനെ മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി ഈ ഒരു പ്രൊജക്റ്റിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് EV വെഹിക്കിൾസ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ BYD എന്നൊക്കെ പറയുന്ന കമ്പനിയുടെ ചൈനീസ് കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ EV മാനുഫാക്ചറാണ് ബൈ പ്രൊഡക്ഷൻ വോളിയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ BYD പോലുള്ള കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക്
അവരുടെ EV വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഇന്ത്യയിലേക്ക് കംപ്ലീറ്റ് യൂണിറ്റ് ആയിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിനെയാണ് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് അല്ലെങ്കിൽ CBUs എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ CBUs ആയിട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിലവിൽ അവരുടെ കാറുകൾക്ക് ഒരു 70 to 100% ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന കാറിന്റെ വില മാർക്കറ്റിൽ വലിയ ഇതിൽ കൂടാൻ കാരണമാവും. അപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മാനുഫാക്ചറിങ് ഹബ്ബുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന അല്ലെങ്കിൽ അത് ഉറപ്പ് കൊടുക്കുന്ന EV മാനുഫാക്ചേഴ്സിന് ഒരു $35,000 എങ്കിലും വിലയുള്ളതാണ് ആ കാറിന്റെ $35,000 എങ്കിലുമാണ് ആ കാറിന്റെ പ്രൈസ് എങ്കിൽ. പ്രൈസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ കാറിന്റെ മിനിമം കോസ്റ്റ്, ഇൻഷുറൻസ്, ഫ്ലൈറ്റ്, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് അതിന്റെ വാല്യൂ $35,000 എങ്കിലും ആണെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 28 തൊട്ട് 29 ലക്ഷം വരെയൊക്കെ ആണെങ്കിൽ, മിനിമം അത്രയെങ്കിലും റേറ്റ് ഉണ്ടെങ്കിൽ അവർക്കുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ അവർക്കുള്ള ടാക്സ് എന്ന് പറയുന്നത് ഈ 70 to 100 പകരം വെറും 15% മാത്രമായിരിക്കും. അതൊരു 5 വർഷ പീരീഡിലേക്കാണ് ഈ ടാക്സ് റിഡക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ 5 വർഷ പീരീഡ് കൊണ്ട് അവർ ഇന്ത്യയിൽ ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 5 വർഷ പീരീഡിലേക്ക് ഇങ്ങനെ ഒരു ഇളവ് കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത്തരത്തിലൊരു ഇളവ് കൊടുക്കുന്ന സമയത്തും ഇന്ത്യയിലെ EV മാർക്കറ്റ് ഇവരുടെ പ്രൊഡക്റ്റ് കാരണം ഫ്ലഡഡ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, വലിയ ഇതിൽ ഡംപിങ് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിമിറ്റേഷൻ ഇത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളുടെ മുകളിലുണ്ട്. ഓക്കെ, ആ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ 5 വർഷത്തിനകത്ത് ഇത്തരത്തിൽ 40,000 EVs മാത്രമേ ഒരു കമ്പനിക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു വർഷത്തിൽ ഇതൊരിക്കലും 8,000 യൂണിറ്റ്സിൽ കൂടാനും പറ്റില്ല. അപ്പോൾ 8,000 യൂണിറ്റ്സ് വെച്ചിട്ട് 5 വർഷത്തേക്ക് അങ്ങനെ 40,000 യൂണിറ്റ്സ് അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനുള്ള ഇതിനുള്ള ക്രൈറ്റീരിയ, മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇവർ ഏകദേശം ഒരു $800 മില്യൺ എങ്കിലും ഇന്ത്യയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഓക്കെ, സോ ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഇവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന മറ്റൊരു റെമിഷൻ എന്ന് പറയുന്നത് ഇവർ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഇവർ പേ ചെയ്തിട്ടുള്ള ഡ്യൂട്ടിയിൽ ഒരു 6,484 കോടി രൂപ വരെയോ, അല്ലെങ്കിൽ ഇവർ മേക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടോ ബേസിക്കലി ഗവൺമെന്റ് എന്ത് ചെയ്യും, ഇവർക്കൊരു റിഡക്ഷൻ പോലെ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പോലെ, ഒരു വേവർ പോലെ കൊടുക്കും. ഇതിനകത്ത് ഏതാണ് ലോവർ അതായിരിക്കും അവർക്ക് കിട്ടുന്ന വേവർ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു മാനുഫാക്ചറിങ് ഹബ്ബുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഹബ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ EV ഇമ്പോർട്ടിങ് തുടങ്ങി ഒരു 3 വർഷത്തിനകത്ത് അവരിവിടെ അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഒരു ജോയിന്റ് വെഞ്ചർ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മാനുഫാക്ചറിങ് ഹബ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹബ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്ത് 3 വർഷത്തിനകത്ത് ഒരു 25% ലോക്കലൈസേഷൻ അവർ അച്ചീവ് ചെയ്യണം. 5 വർഷമാകുമ്പോഴേക്കും 50% ലോക്കലൈസേഷൻ അച്ചീവ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ടാർഗറ്റ്സ് ഒന്നും അവർ മീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ലോക്കലൈസേഷൻ ടാർഗറ്റുകൾ മീറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ 800 മില്യൺ എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കുള്ള ബാങ്ക് ഗ്യാരണ്ടീസ് വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ അത് റിവോക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫോറിൻ കാർ മേക്കേഴ്സിനെ അല്ലെങ്കിൽ ഫോറിൻ EV മേക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഹബ്ബ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു പോളിസി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പോളിസി ഏത് തരത്തിലാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് കാർ മാനുഫാക്ചേഴ്സിനെ, ഇപ്പോൾ ടാറ്റ ഒക്കെ പോലുള്ള കമ്പനീസിനെ ബാധിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് പറയുന്നത് ഗവൺമെന്റ് ഈ പറയുന്ന സ്കീമിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള കാറുകളുടെ വില അത് ഏകദേശം 29 ലക്ഷമാണ്. സോ ഈ 29 lakhs മുകളിലുള്ള വാഹനങ്ങൾക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുക, ഈ ടാക്സ് റിഡക്ഷൻ കിട്ടുക. പക്ഷെ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള EV വെഹിക്കിൾസ് നിലവിൽ ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് കാര്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചേഴ്സിനെ ഇത് കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല എന്നും പറയുന്നുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ ഇന്ത്യയിലെ EV മാർക്കറ്റ്സിന്റെ ഒരു ഓവറോൾ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ 2 വീലർ സെഗ്മെന്റിലും അതുപോലെ തന്നെ 3 വീലർ സെഗ്മെന്റിനകത്തും EV വെഹിക്കിൾസ് വലിയ രീതിയിലുള്ള പെനട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും പാസഞ്ചർ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാറുകളുടെ കേസിൽ ആ പെനട്രേഷൻ എന്ന് പറയുന്നത് ഒരു 2.2% മാത്രമാണെന്നാണ് പറയുന്നത്. അത് സിഗ്നിഫിക്കൻ്റ്ലി വളരെ ലോവർ ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ഈ പാസഞ്ചർ വെഹിക്കിൾ സെക്ടറിലേക്ക് വരുന്ന സമയത്ത് ഇത്രയധികം കുറവ് EV സാന്നിധ്യം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് പ്രധാനമായിട്ടും പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണ്. 2, ഇത്തരത്തിലുള്ള EV മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ EV വെഹിക്കിൾസിന്റെ മാനുഫാക്ചേഴ്സ് ക്ലെയിം ചെയ്യുന്ന റേഞ്ച് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആങ്സൈറ്റി ആളുകൾക്കുണ്ട്. ഇപ്പോൾ ലോങ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ EVസിന്റെ റേഞ്ച് വെച്ചിട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം EVs ചാർജ് ചെയ്യാൻ കുറച്ചും കൂടി മച്ച് മോർ ടൈം എടുക്കും.
അപ്പോൾ ഈ ചാർജിങ് സ്റ്റേഷൻസ് ഡെസ്റ്റിനേഷൻസ് ആയിട്ട് വെക്കേണ്ട ഒരു ആവശ്യം വരും. പിന്നെ അതുപോലെ തന്നെ ഈ ചാർജ് ഇടയ്ക്ക് വെച്ച് തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ റേഞ്ച് ആങ്സൈറ്റി അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ EV പാസഞ്ചർ വെഹിക്കിൾ കാറ്റഗറിയിൽ വളരെ കുറച്ച് വെഹിക്കിൾസ് മാത്രമേ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതും അഫോർഡബിൾ റേഞ്ചിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് EV പാസഞ്ചർ വെഹിക്കിൾ സെക്ടറിനകത്ത് അത് മാർക്കറ്റിന്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്നാണ് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് പറയുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.